ടൂറിസത്തിലേക്ക് അറബികളെ വിളിക്കാൻ മടി. മഴക്കാലത്ത് കേരള ടൂറിസത്തെ നിലനിർത്തുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ വരവാണ്. കേരളത്തിലേക്കുള്ള ആകെ വിദേശ ടൂറിസ്റ്റുകളിൽ 15% അവരാണ്. ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന വിഭാഗവും അവർ തന്നെ. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ടൂറിസം വകുപ്പിന്റെ യാതൊരു പ്രചാരണവുമില്ല. യൂറോപ്പിലും US-ലും മറ്റും ടൂറിസം പ്രചാരണം നടത്തുന്നതിന് ലക്ഷങ്ങൾ ചിലവഴിക്കുമെങ്കിലും അവിടങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികളുടെ എണ്ണം കോവിഡിന് ശേഷം കുറഞ്ഞു. യുക്രൈൻ യുദ്ധവും ആഗോള സാഹചര്യങ്ങളും കാരണമായി. ലണ്ടനിലെ ബസ്സുകളിലും ടാക്സികളിലും പോലും കേരള ടൂറിസം പരസ്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന UAE, സൗദി, ഒമാൻ രാജ്യങ്ങളിൽ ഒന്നുമില്ലെന്ന സ്ഥിതിയാണ്. ഒരു ട്രിപ്പിന് മിനിമം $5000 ഏകദേശം 5 ലക്ഷം രൂപയോളം അറബ് സഞ്ചാരികൾ ചിലവഴിക്കുന്നുവെന്നാണ് കണക്ക്. വലിയ സംഘമാകുമ്പോൾ 25 മുതൽ 30 ലക്ഷം വരെ. മുറി വാടകയേക്കാളേറെ ഭക്ഷണത്തിൽ നിന്നാണ് വരുമാനം. ലക്ഷങ്ങൾ മുടക്കി വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കരകൗശല വസ്തുക്കളും വാങ്ങുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 1.2 ലക്ഷത്തിലേറെ പേർ അറബ് രാജ്യങ്ങളിൽ നിന്നെത്തി. അതും ഗൾഫിൽ കൊടും ചൂടും കേരളത്തിൽ മഴയുമുള്ള ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. കേരളത്തിൽ സഞ്ചാരികൾ വിരളമാകുന്ന ഓഫ് സീസണാണിത്. കൊച്ചിയിലും അതിരപ്പള്ളിയിലും കുമരകത്തുമുള്ള റിസോർട്ടുകളിലും മൂന്നാർ, തേക്കടി, വയനാട് കേന്ദ്രങ്ങളിലുമാണ് താമസിക്കുക. കഴിഞ്ഞ വർഷം ഒമാനിൽ നിന്നും 65,103 പേരും UAE-യിൽ നിന്നും 26,222 പേരും സൗദിയിൽ നിന്നും 31,564 പേരും എത്തിയിരുന്നു. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ശ്രമിച്ചാൽ അറബ് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും. ഗൾഫ് സംഘർഷങ്ങൾ അറബികളുടെ വരവിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ മഴക്കാലത്ത് ഈ പ്രദേശത്തിന്റെ പരമ്പരാഗത നട്ടെല്ലായ കുമരകം കായൽ സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ ഇന്ത്യ ആസ്ഥാനമായുള്ള സഞ്ചാരികളെ ആശ്രയിക്കാൻ നിർബന്ധിതമാക്കുന്നതിനാൽ കേരളത്തിന്റെ മൺസൂൺ ടൂറിസം അനിശ്ചിതത്വത്തിലാണ്. ആഭ്യന്തര വിനോദസഞ്ചാരികൾ പോസിറ്റീവായി പ്രതികരിച്ചാൽ മൺസൂൺ കുമരകത്തിന് ഇപ്പോഴും ജീവനും ഊർജ്ജസ്വലതയും നൽകും. അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്ക് നിഴൽ വീഴ്ത്താൻ കഴിയുമെങ്കിലും നവീകരണവും പൊരുത്തപ്പെടുത്തലും മുന്നോട്ടുള്ള പാതയെ പ്രകാശിപ്പിക്കുമെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ കായൽ കാത്തിരിക്കുന്നു. വെള്ളത്തിൽ നിന്നുയർന്ന മൂടൽമഞ്ഞ്. ഇന്ത്യയിലെ യാത്രക്കാർ മൺസൂൺ മാന്ത്രികത നിലനിർത്താൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയുമായി. അതേസമയം തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, പടിഞ്ഞാറൻ മധ്യകിഴക്കൻ മധ്യ അറബിക്കടലിന്റെ ചില ഭാഗങ്ങൾ, ലക്ഷദ്വീപ് ദ്വീപുകൾ, കേരളം, മാഹി, കർണാടക, തമിഴ്നാട് എന്നിവയുടെ ചില ഭാഗങ്ങൾ, കൊമോറിയൻ പ്രദേശത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറൻ, പടിഞ്ഞാറൻ മധ്യ, കിഴക്കൻ മധ്യ, വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവയിലേക്ക് ഇന്ന് 2026 ജൂൺ 4 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ മുന്നേറിയെന്നും IMD അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ IMD ഓറഞ്ച് അലേർട്ടാണ് പുറപ്പെടുവിച്ചത്. കനത്ത മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മിതമായ മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റുമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ ഏജൻസി പ്രവചിക്കുന്നത്. മൺസൂൺ എത്തുന്നതിന് മുൻപ് സംസ്ഥാനത്തെ 8 ജില്ലകൾ നേരത്തെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 11 സെന്റിമീറ്ററിനും 20 സെന്റിമീറ്ററിനും ഇടയിൽ വളരെ ശക്തമായ മഴയാണ് ഓറഞ്ച് അലേർട്ട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച 2026 മൺസൂൺ സീസണിൽ സാധാരണയിൽ താഴെ മഴ ലഭിക്കുമെന്ന് IMD പ്രവചിച്ചു. കാലാവസ്ഥാ ഓഫീസ് അഖിലേന്ത്യാ സീസണൽ മഴയുടെ എസ്റ്റിമേറ്റ് ദീർഘകാല ശരാശരിയുടെ 90% പരിഷ്കരിച്ചു. മൺസൂൺ മാസങ്ങളിൽ എൽനിനോ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് മഴയുടെ വിതരണത്തെയും വിള ഉൽപാദനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഇന്ത്യയുടെ വാർഷിക മഴയുടെ ഏകദേശം 70% മൺസൂൺ നൽകുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെ പിന്തുണയ്ക്കുന്ന കാർഷിക മേഖലയ്ക്ക് ഇത് ഇപ്പോഴും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.